മച്ചന്മാരെ, നമ്മുടെ ഫിലിക്സ് എന്താന്ന് പറഞ്ഞ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മൾ വർക്കിംഗ് ചെയ്യുന്ന ഒരു ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്കൊരു എമർജൻസി ലാമ്പ് ഉണ്ടാക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ? ഗായ്സ്, നമുക്ക് എമർജൻസി ലാമ്പ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്, നമുക്ക് ആദ്യം ഒരു ബോഡി ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഇതുപോലത്തെ ഒരു പെയിന്റിംഗ് ബക്കറ്റ് വേണം. അപ്പം നമ്മളാണെങ്കിൽ നേരത്തെ ഒരു പെയിന്റിംഗ് ബക്കറ്റ് നമ്മളാണെങ്കിൽ പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കാണെങ്കിൽ ഇതിനകത്ത് ഇവിടെ ഒരു തുളയിടണം, ഇവിടെയും തുളയിടണം, ഇവിടെ സ്വിച്ച് നോക്കാനും, ഇവിടെ ആണെങ്കിൽ ബോഡി ഫിറ്റ് ചെയ്ത് ഫാൻ വെക്കാനായിട്ട് നമുക്കാണെങ്കിൽ പിന്നെ ആണെങ്കിൽ ഇവിടെ ഒരു സ്വിച്ച് വേണം. ഇവിടെയാണ് നമ്മളാണെങ്കിൽ ലൈറ്റ് വെക്കുന്നത്. ഗൈസ്, അപ്പം നമുക്കാണെങ്കിൽ എമർജൻസി ലാമ്പ് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് ആദ്യമാണെങ്കിൽ ഒരു ഗ്ലൂ ഗണ്ണ്, നമുക്ക് ഗ്ലൂ ഗണ്ണ് ഒട്ടിക്കാനായിട്ട് നമുക്ക് ഗ്ലൂ ഗണ്ണും വേണം. പിന്നെ ആണെങ്കിൽ നമ്മൾ ഇതുപോലത്തെ നമ്മളാണെങ്കിൽ ലൈറ്റും സാധനങ്ങളും ഇതുപോലത്തെ ലൈറ്റൊക്കെയാണ് നമ്മൾ LED മൊഡ്യൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ആണെങ്കിൽ മോട്ടർ, നമ്മളെ ഫാനിന് വേണ്ടി മോട്ടർ, ഫാനിന്റെ ലീഫ് വേണം. പിന്നെ ആണെങ്കിൽ സ്വിച്ച് വേണം. പിന്നെ കണക്റ്റിംഗ് വയറ്. അപ്പൊ നമുക്കിതെല്ലാം വെച്ച് നമുക്ക് ഒരു അടിപൊളി എമർജൻസി ലാമ്പ് ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ നമ്മൾ ബോഡി ഫിറ്റ് ചെയ്യാനായിട്ട് ഫാനിന്റെ ബോഡിയാണ്. അപ്പൊ ഫാൻ ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്കിത് ഇതുപോലെ ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതുപോലെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഈ അടപ്പ് ഊരിയിട്ട് നമുക്കാണെങ്കിൽ ഈ മോട്ടറും കാര്യങ്ങളും സെറ്റാക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതുപോലത്തെ 2 സെറ്റ് വയറ് വേണം. ഇവിടെ മോട്ടറിനകത്ത് കണക്ട് ചെയ്യാം. നമുക്ക് മോട്ടറിനകത്ത് കണക്ട് ചെയ്യാം. ഗൈസ്, നമ്മളപ്പോൾ ചെയ്തപ്പോൾ നമ്മുടെ ഇത് പറഞ്ഞു പോകുന്നു. അപ്പോൾ നമുക്കാണെങ്കിൽ ഇല്ലേ വേറെ മോട്ടർ എടുത്ത് ചെയ്യാം. ഗൈസ്, അപ്പം നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു മോട്ടറാണ്. നമുക്ക് ഇതിനകത്തേക്ക് ഇപ്പോൾ സെറ്റ് ചെയ്യാം. ഗൈസ്, അപ്പം നമ്മൾ സെറ്റ് ചെയ്യത്തോണ്ട് ഇതിനകത്ത് 2 വയർ ഇത് ചെയ്യത്തോണ്ട് നമുക്ക് ഇനി ഇതിനകത്ത് കൂടെ നമുക്കിത് ഇവിടെ ഇറക്കാം. ഗൈസ്, അപ്പം നമ്മൾ ഇവിടെ മോട്ടർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഇതാണെങ്കിൽ നമുക്ക് സ്വിച്ചിലേക്ക് കാണാം. അപ്പം നമുക്കാണെങ്കിൽ ഇത് സ്വിച്ച് എടുത്ത് ഇവിടെ ഫിറ്റ് ചെയ്യാം. ഗൈസ്, അപ്പം നമ്മൾ സ്വിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഒരു വയർ നമുക്ക് ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്യാം. വേറൊരു വയർ നമുക്ക് കണക്റ്റിംഗ് വയറിലും ഫിറ്റ് ചെയ്യാം. നിങ്ങൾക്കാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഞാൻ ഒച്ച കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മളാണെങ്കിൽ ഇപ്പം വീഡിയോ എടുക്കുന്നത് നമ്മൾ റൂമിനകത്താണ്. അതുകൊണ്ട് നമ്മളോടൊന്ന് ക്ഷമിക്കണം. ഗൈസ്, അപ്പം നമ്മളാണെങ്കിൽ ഇത് കണക്റ്റിംഗ് വയർ എടുത്തതുകൊണ്ട് ഇനി നമുക്കിത് രണ്ടും കൂട്ടിച്ചേർക്കാം. ഇനി നമുക്കാണെങ്കിൽ ഇതിനകത്തുള്ള വയറും നമുക്കാണെങ്കിൽ സ്വിച്ചിലേക്കും പിടിപ്പിക്കാം. ഗൈസ്, അപ്പം നമ്മളിത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന്. ഗൈസ്, അപ്പോൾ വെച്ച് നോക്കിയിട്ട് അപ്പം നമ്മൾ ഈ ബാഗ് അകത്ത് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. ഗൈസ്, അപ്പം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമുക്കാണെങ്കിൽ ഫസ്റ്റ് ഇത് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കാം. എന്താ വെച്ചാൽ നമുക്കാണെങ്കിൽ വയറൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കാൻ. വയറല്ലെങ്കിൽ പടർന്ന് കിടക്കും. അപ്പം നമുക്ക് വയറൊന്ന് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്കാണെങ്കിൽ ഇതാണ് നമ്മൾ എടുത്തേക്കണ HW ബാറ്ററി. അപ്പം നമുക്ക് ഈ ബാറ്ററി നമുക്കിത് ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്യാം, ഒട്ടിക്കാം.
നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം, വർക്കാവുന്നുണ്ടോന്ന്. നോയിസി ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഗൈസ്, നമ്മുടെ വയർ ഇവിടുന്ന് വിട്ടുപോയി. അപ്പം നമുക്കൊന്ന് ഇത് ഫിറ്റ് ചെയ്യാം. ഗൈസ്, അപ്പം നമ്മളിത് ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് സ്വിച്ച് ഓൺ ആക്കി വെക്കാം. ഗൈസ്, അപ്പം നമ്മളിത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ലീഫും കൂടെ സെറ്റ് ആക്കാം. നമ്മൾ ഇതിനു വേണ്ടി എടുക്കുന്നത് നീല ലീഫാണ്. നമ്മൾ ഇതിനകത്ത് ഇതിന്റെ കളറും നീല, നമുക്ക് ലീഫിന്റെ കളറും നീല. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് ഫിറ്റ് ചെയ്യാം. അപ്പം നമ്മള് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കാറ്റ് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ലൈറ്റ് സെറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ ഇതൊന്നും എടുത്ത് മാറ്റാം. നമ്മൾ ഇതിനകത്തുനിന്ന് ബാറ്ററി ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് നമ്മൾ ഇവിടെയായിട്ടാണ് നമ്മൾ ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഇവിടെ നമുക്ക് സ്വിച്ച് വെക്കാൻ. അപ്പം നമുക്ക് ലൈറ്റ് എടുക്കാം. നമുക്ക് ഓറഞ്ചും വൈറ്റും ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഞാൻ ഒന്നും കൂടെ പറയാം, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ദയവായിട്ടൊന്ന് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം നമ്മൾ ഇത് മൂന്നും കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു പ്രശ്നം ഇവിടത്തെ ഇല്ലേ, ഇതാണെങ്കിൽ നമ്മുടെ ഈ വെള്ളിച്ചിരി ഈ വയർ ഇച്ചിരി കുറഞ്ഞു പോയി. അപ്പം നമുക്ക് ഇത് ഇച്ചിരി അപ്പം നമുക്ക് വേറെ വയർ ഇതേ ഫിറ്റ് ചെയ്യാം. നമ്മൾ അതിനുവേണ്ടി ഫിറ്റ് ചെയ്യാൻ നമ്മൾ ഈ വയറാണ് എടുക്കുന്നത്. നമുക്കൊന്ന് രണ്ടും കൂട്ടി പിരിക്കാം. ഇനി കുഴപ്പമില്ല. നമുക്കിനി സ്വിച്ചിലേക്ക് നമുക്കിതൊന്ന് സെറ്റ്. നമ്മൾ അടുത്ത സ്വിച്ച് എടുത്തുകൊണ്ട് നമുക്ക് ആദ്യമേ ഒരു വയർ നമുക്ക് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാണെങ്കിൽ നമുക്ക് കണക്റ്റിംഗ് വയറിലേക്കും കൂടെ കണക്ട് ചെയ്യാം. അപ്പം എന്തായാലും നമ്മളൊരു കണക്റ്റിംഗ് വയർ എടുത്തിട്ടുണ്ട്. നമുക്കിത് രണ്ടും കൂട്ടിപ്പിരിക്കാം. ഇനി നമുക്കാണെങ്കിൽ ഈ കണക്റ്റിംഗ് വയറിൻ്റെ ഒരു വയർ നമുക്കാണെങ്കിൽ ഇതിനകത്തേക്കും കൂടെ കണക്ട് ചെയ്യുക. ഇനി നമുക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതിനകത്തേക്ക് ഇതൊന്ന് കയറ്റാം. നമുക്ക് ഇതിനകത്ത് കയറ്റാം. നമ്മളിവിടെ ചെറിയ തുള ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് വയർ കയറ്റാനുള്ള ഓപ്ഷൻ നമ്മൾ അതിനകത്ത് വയർ കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ മൊഡ്യൂൾ ഫുള്ളും ഒട്ടിക്കാം. അപ്പം നമ്മൾ വിചാരിച്ചു ഒറ്റ ബാറ്ററി തന്നെ ഇത് നമ്മുടെ ചാർജ് പെട്ടെന്നാണെങ്കിൽ പോകും. അതുകൊണ്ട് നമ്മളാണ് ഈ രണ്ട് കണക്റ്റിംഗ് വയർ എടുത്ത് രണ്ട് ബാറ്ററിയിലാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ജസ്റ്റ് നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ പിരിക്കാം. നമ്മൾ പിരിച്ചിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇതിനകത്തും കൂടെ പിരിക്കാം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് ഒട്ടിച്ചെടുക്കാം. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന ഗ്ലൂ ഗണ്ണാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് നമ്മൾ ഒട്ടിച്ചതിനകത്ത് ഇവിടെ കൊടുക്കാൻ പോവാണ്. നമ്മൾ റെഡ് ഒട്ടിച്ചിട്ടുണ്ട്.
ഗൈസ് ഇനി നമുക്ക് വൈറ്റ് ഒട്ടിച്ചു കൊടുക്കാം. ഗൈസ് നമ്മൾ വൈറ്റ് ഒട്ടിക്കാനായിട്ട് നമ്മൾ പോവാണ്. ഗൈസ് നമ്മളിപ്പോൾ വൈറ്റ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ യെല്ലോ ഒട്ടിക്കാം. യെല്ലോ ഇന്നത്തെ നമുക്ക് ഡബിൾ സൈഡിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇത് എടുക്കാതെ ഇനി വീണ്ടും നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മളിത് പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ഇത് ഊരണമെങ്കിൽ പക്ഷെ പറ്റത്തില്ല ഊരാൻ. അതുകൊണ്ടാണ് നമ്മളാണെങ്കിൽ ഇപ്പം ഇത് ഗ്ലൂ ഗണ്ണും കൊണ്ട് നമ്മളിപ്പോൾ ഒട്ടിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ബാറ്ററി എടുക്കാം. നമ്മൾ 2 കണക്റ്റിംഗ് വയർ ഉള്ളതാണ്. നമ്മളാണ് 2 HIWയുടെ ബാറ്ററി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് കണക്ട് ചെയ്യാം. നമ്മളപ്പോൾ ലൈറ്റ് വർക്കായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനിയാണെങ്കിൽ നമ്മുടെ ഫാനും കൂടെ വെച്ച് നമ്മുടെ ഇതിൻ്റെ ലുക്കൊന്ന് നമുക്ക് നോക്കാം. ഗൈസ് ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ എമർജൻസി ലാമ്പ്. ഇതിന് നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമുക്ക് ഇതെല്ലാം വർക്കാവുന്നതും ഇതാണെങ്കിൽ നമ്മുടെ ഫാനൊക്കെ വർക്കാവുന്നതിൻ്റെയൊക്കെ നമുക്ക് ഫൈനൽ ലുക്ക് നമുക്ക് നോക്കാം.